എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും മിറാക്കിൾ ഫാം ഹൗസിലാണ്. നമ്മളോടൊപ്പം ബീച്ചേട്ടനുണ്ട്. നമസ്കാരം ബീച്ചേട്ടാ. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാർ വലിയതോവാള ഇവിടെയാണ്. അപ്പോൾ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു, ആപ്പിൾ തൈ ആയിരുന്നു എന്ന്. ആപ്പിൾ കായ്ക്കും എല്ലാ കാലാവസ്ഥയിലും. പക്ഷെ ഇപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു ഇതിന് ഒരു ആപ്പിളെങ്കിലും കായ്ച്ചത് കാണിച്ചിട്ട് പറയാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ചധികം ആപ്പിൾ തൈകൾ കായിട്ടിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ കാണിച്ചു തരാം. കണ്ടോ, ഇത് എത്ര പ്രായമുണ്ട് ചേട്ടേ? രണ്ടാഴ്ച പ്രായമായത്. അതുപോലെ തന്നെ പൂക്കളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ബീച്ചേട്ടനുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ബീച്ചേട്ടാ, ഇപ്പോൾ ഈ ആപ്പിൾ കായ്ച്ചില്ല എന്നായിരുന്നു എല്ലാവരും പരാതി കൂടുതൽ പേരുടെ. അപ്പോൾ ഈ ഒരു കായ എല്ലായിടത്തും പിടിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പരിപാലന രീതി ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ? ആപ്പിൾ കായ്ച്ചില്ലെന്നല്ല, കായ്ക്കുകയല്ലെന്ന് പറഞ്ഞവരുണ്ട്. ആ സുഹൃത്തുക്കളോട് പറയാനുള്ള എന്നാണെന്നറിയോ, നിങ്ങൾ ആപ്പിൾ വെച്ചിട്ടില്ല, നിങ്ങൾ ചുമ്മാ വീട്ടിൽ ഇരുന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ആപ്പിൾ വെച്ചവരല്ല ഈ സംസാരിച്ച്. ഇതുവരെ കേരളത്തിൽ ആപ്പിൾ കൃഷി ആരും ചെയ്തിട്ടില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എവിടുന്നേലും കിട്ടി ഇത് മേടിച്ചു കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ചെടി വെച്ചു പോയി, അങ്ങനെ പോയി. പക്ഷേ ഇതിനെപ്പറ്റി ഒരു പരിചരണമോ കൃത്യമായ ഒരു പഠനവും ആരും നടത്തിയിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി അതിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഒത്തിരി പേരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷേ നമ്മൾ കർഷകനെ സംബന്ധിച്ച്, ഞാനൊരു നഴ്സറി കച്ചവടക്കാരനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, ഞാനിത് കൃഷി ചെയ്ത് തുടങ്ങി റിസൾട്ട് കണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ തൊട്ട് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. അവരോട് ഇതേ ഒന്ന് തൊട്ടേച്ച് അങ്ങോട്ട് വിശ്വസിച്ചോ. ഇതാണ് സാധനം കേട്ടോ. ഇത് നിങ്ങൾ കാണുമ്പോൾ ചെറിയ ചെടിയാണ് ഈ പൂത്ത് കായ്ച്ചിരിക്കുന്നത്. 2 വർഷമായി. അന്ന എന്ന് പറയുന്ന ഇസ്രായേൽ വെറൈറ്റിയാണ്. ഇന്ത്യൻ വെറൈറ്റി വേറെ കായ്ച്ചതുകൊണ്ട് കാണിക്കാം. അപ്പം ഈ ആപ്പിൾ കായ്ച്ചിട്ടുണ്ട്, ആപ്പിൾ കായ്ക്കും, വേണ്ട പരിചരണങ്ങൾ കൊടുത്താൽ. പക്ഷെ ചേട്ടനൊരു കാര്യം പറഞ്ഞിരുന്നു, അന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കായ്ച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ആ കാ നുള്ളിക്കളഞ്ഞ. ഞാൻ പറയുന്ന ഈ ചെടി ഇപ്പം കായ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരുവം കണ്ടില്ലേ, ഇതിന് വളർച്ച കുറഞ്ഞു. പക്ഷേ ഈ കാ പിടിപ്പിച്ച് ഇവിടെ നിന്ന കാ വലുതാകും, ചെടി ചെറുതാകും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതാണ് സംഭവിച്ചത്. ഇത് മാത്രമല്ല, ഇതുകൊണ്ട് ഇതെല്ലാം പൂക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഡെന്നിസ് പിടിച്ചേക്കുന്ന ഇത് കാണിച്ചു ഫുള്ള് ഇതെല്ലാം പൂക്കളാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഈ കൈവെള്ളയിലോട്ട് കാണിച്ചു, കാണാമോ? ഇത് മൊത്തം പൂക്കളാണ്. ഇത് കായ്കളാക്കി മാറ്റാം. അപ്പം നമുക്ക് ഇത് കായ് പിടിപ്പിക്കുന്ന വേറെ സിസ്റ്റം ഉണ്ടെന്ന്. അപ്പോൾ ഈ ഇപ്പം ഇത് നുള്ളിക്കളയെന്ന് പറഞ്ഞാൽ ഈ തടി ഈ കമ്പനി ചെറിയ വണ്ണം വെക്കാനും ഇനി അത് ഞുള്ളിക്കളയില്ല. അതിന് വേണ്ടിയിട്ടായിരുന്നു ചേട്ടൻ ചെയ്തിരുന്നത്. പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ചാൽ ഈ നഴ്സറിയിൽ അനേകർ വരുന്ന അവിടെ കയറ് കെട്ടിയേക്കുന്നുണ്ടോ, പിള്ളേരൊക്കെ വന്നിട്ട് പിള്ളേർ ആകാംക്ഷയോടെ കണ്ട് ഇത് പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ മരണം പോരാട്ടം എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. നമ്മളെ അനേകരുടെ മുന്നിൽ നമ്മൾ വെല്ലുവിളിച്ചാൽ അവർ നമ്മളെ വെല്ലുവിളിച്ച, നമ്മളാരെയും വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. നമുക്ക് വെല്ലുവിളിക്കേണ്ട, നമുക്ക് പണിയെടുത്താൽ മതി, റിസൾട്ട് നമ്മൾക്ക് വന്നോളും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, 3 വർഷം കൊണ്ടോ ആപ്പിൾ കായ്ക്കുള്ളൂ. 3 വർഷം കൊണ്ട് റൂട്ടും ഗ്രാഫ്റ്റും തമ്മിൽ സെറ്റായി തടി ഒന്നായി കഴിയുമ്പോൾ ആപ്പിൾ കായ്ക്കും. കായ്ക്കണ വേറെ ചില പരിപാടിയുണ്ട്. ചുമ്മാ കൊണ്ട് ആപ്പിൾ വീട്ടിൽ വെച്ചാൽ പോരാ. ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ വെക്കുന്ന നമ്മുടെ കർഷകർക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആപ്പിൾ തൈകൾ വാങ്ങുന്നവർക്കും നമ്മൾ കൃത്യമായിട്ട് ഇതുകൊണ്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന തൈകൾ ഇതുപോലത്തെ കേട്ടോ, ഈ തൈകൾ ഇതുണ്ടോ, ഇത് എയർപോർട്ടിനകത്ത് വെച്ചിട്ട് അല്ല, ഇത് എയർപോർട്ടിൽ വെച്ചേക്കുന്ന ജസ്റ്റ് ഇതുപോലത്തെ നല്ല തൈകളാണ് ഇവിടെ വന്നെടുക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് നമ്മൾ ഇല കുറച്ചാണ് തൈകൾ അയക്കുന്നത്. പിന്നെ ഇത് ഒരു സെക്കൻഡ് കൂടെ, ഒറ്റ സെക്കൻഡ് ഒന്ന് നോക്കട്ടെ, ഒരൊറ്റ സെക്കൻഡ്. ഇതുണ്ടോ, ഇതുപോലത്തെ തൈകളാണ് തരുന്നത്. ദേ കാണാലോ, ഇതുപോലത്തെ തൈകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തൈകൾ കൊണ്ട് വെച്ചിട്ട് ഏകദേശം ഒരു 3 വർഷമായി തൈ വലുതാകുമ്പോൾ നിങ്ങൾ വേനൽക്കാലത്ത് വെള്ളം കുറയ്ക്കുക. അതുപോലെ ഇതുപോലെ ഡോർമൻസി, ഇതുണ്ടോ, ഈ ചെടി കണ്ടോ, ഇല കണ്ടോ, ഇല ഇതുപോലെ വന്ന് മുരടിച്ച് പോകാൻ തുടങ്ങുമ്പോഴാണ് ഈ ഷൂട്ടുകൾ ഫ്ലവർ ചെയ്യുന്നത്. ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും. ഫെബ്രുവരി മാർച്ച് ഏപ്രിലിനകത്ത് ഇത് ഫ്ലവർ ചെയ്യും. അത് നമുക്ക് ഫ്രൂട്ട് സെറ്റിങ്ങിന് വേണ്ട അടങ്ങിയ സൂക്ഷ്മമൂലകളും മറ്റുള്ള കാര്യങ്ങളും അപ്പോൾ തൊട്ട് വെള്ളവും കൊടുത്ത് വളവും കൊടുക്കുമ്പോൾ കാപിടിക്കും. അതിന് മുമ്പ് ഡിസംബർ തൊട്ട് വേനൽക്കാലത്ത് നനച്ചാൽ കായ് പിടിക്കത്തില്ല. അതാണ് ആപ്പിളിൻ്റെ സിസ്റ്റം. പിന്നെ ആപ്പിളിന് വേണ്ടി ഒരു പ്രത്യേക വളം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു സൂക്ഷ്മമൂലം, ഞങ്ങൾ ഇതിനെപ്പറ്റി പഠനം നടക്കും. അതും നിങ്ങൾ പറയുക കച്ചവടമാണ്. പക്ഷെ അതിട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും മുരടിച്ച ചെടിക്ക് അതിടുക, ഒരാഴ്ച കൊണ്ട് വിവരം അറിയും. ഓർഗാനിക്കാണ്, നാനോ ടെക്നോളജിയാണ്. അപ്പം അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഏത് ബെറ്റർ ആകുന്നു എന്ന് ഞങ്ങൾ അതിനെപ്പറ്റി പഠനം നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ആപ്പിൾ സെക്ഷനിൽ പോയി കുറേ കായ്കൾ കാണാം. ശരി, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ അടുത്ത ആപ്പിളും പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. അല്ല, പൂത്തത് വേറെ ഉണ്ട്, കായ്ക്കാൻ തുടങ്ങിയതും ഉണ്ട്.
അപ്പം നമുക്കിവിടെ ഒന്ന് കാണാം, ഇത് എയർപോർട്ടിൽ ചെയ്തിരിക്കുന്നതാണ്. എയർപോർട്ടിലും ബക്കറ്റുകളിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒന്ന് നോക്കിയോളൂ. ഇത് ഇങ്ങോട്ടൊന്ന് ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ഇത് ഫുള്ള് ബാക്കി എയർപോർട്ടിൽ ചെയ്തിരിക്കുന്നതാണ്. എയർപോർട്ടിൽ ചെയ്തതിന് നല്ല റിസൾട്ടുണ്ട്. ഇത് ഈ ചെടിയാണ്, ഈ ചെടി. അപ്പോൾ ഈ കാണുന്ന ഈ ചെടി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഷൂട്ടുകൾ കണ്ടോ, ഇതെല്ലാം ഷൂട്ടുകൾ കണ്ടോ. ഇത് എയർ പ്രൂണിങ് പോട്ടിനകത്ത് ചെയ്തിരിക്കുന്നതാണ്. നല്ല ഹെൽത്ത്, നല്ല കരുത്താണ് ആപ്പിളിന്. പിന്നെ കായ ഉണ്ടാകുമ്പോഴും നല്ല കായ്കളുണ്ടാവും. പിന്നെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഈ ചെടികളൊക്കെ ഇപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്തതിൻ്റെ പിന്നത്തെ വർഷം ആണ് ശരാശരി കായ്ക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിൽ ഈ കാലാവസ്ഥയിൽ പെട്ടെന്ന് കായായി, ചൂട് കാലാവസ്ഥയിൽ താമസിക്കും. മാത്രമല്ല ഇതിന് ചെയ്യേണ്ട ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു തൈ വന്നാൽ ഞങ്ങൾ അതിനകത്ത് വളവും ചകിരിച്ചോറും മണ്ണൂടെ മിക്സ് ചെയ്ത് അതിനകത്താണ് വേരസഹിതം ഇല കുറച്ച് ചെടി അയച്ചു തരുന്നത്. ആ ചെടികൾ നിങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞങ്ങളൊരു വളവും കൂടെ അതിൻ്റെ കൂടെ അയക്കുന്നുണ്ട്. ആ വളം നിങ്ങൾ മണ്ണിലേക്ക് മിക്സ് ചെയ്തിട്ട് ആ മണ്ണിട്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് ഏകദേശം ഒരു 3 വിരൽ, ഒരു ഇത്രയും പൊക്കത്തിന് മണ്ണിന് മേളിൽ കവറിന് മുകളിൽ നിൽക്കുന്ന പോലെ അത് വെച്ച് നിറച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് നിങ്ങൾ മഴ വീഴാത്തടത്ത് നിങ്ങളുടെ ഷെയ്ഡിലോ ഡയറക്റ്റ് മഴ വീഴാത്തതും വെളിച്ചം കിട്ടുന്നതുമായ സ്ഥലത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ മഴ കുറയുമ്പോൾ നല്ലപോലെ ആരോഗ്യം വന്ന് നിങ്ങളുടെ കാലാവസ്ഥയുമായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ ആ ചെടിയെടുത്ത് നിങ്ങൾ മണ്ണിലേക്ക് വയ്ക്കുക. മണ്ണിലേക്ക് വയ്ക്കുമ്പോഴും ഞങ്ങൾ തരുന്ന ഈ വളം ഏകദേശം ഒരു 1/4 സ്പൂണ് 2 കവറുണ്ട്. നാനോ ടെക്നോളജിയാണ്, ഓർഗാനിക്കാണ്, പക്ക ഓർഗാനിക്കാണ്. നിങ്ങൾ എവിടെ പോലും കൊണ്ട് ടെസ്റ്റ് ചെയ്തു 100% റിസൾട്ട് കാണിക്കും. അപ്പോൾ ചെയ്യുന്ന ഫ്ലവറുകളൊന്നും പിടിപ്പിക്കണമെന്നില്ല. പിന്നെ അതവിടെ നിന്ന് പൊഴിഞ്ഞു പോയിക്കോട്ടെ. പിന്നെ നിങ്ങൾ അങ്ങനെ ചെടിയിട്ടു മണ്ണിൽ വയ്ക്കാം. ഇല്ല എങ്കിൽ നിങ്ങൾ ഡ്രമ്മിലോ എയർ പ്രൂണിങ് പോട്ട് അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എയർ പ്രൂണിങ് പോട്ടിനകത്തോ നിസ്സാര പൈസയ്ക്കാണ് അത് കൊടുക്കുന്നത്. വലിയൊരു മരം വയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷം വരെ ഒരു ചെടി നിൽക്കുന്നത് 350 രൂപയാണ്. അതുപോലെ തന്നെ 700 രൂപയ്ക്ക് ഇപ്പം ബേസ് നമുക്ക് ടെറസിലൊക്കെ വയ്ക്കാവുന്ന പോട്ടുകളും ഇപ്പം സെറ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ വയ്ക്കാം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെടി ഈ പ്രൂണിങ് പോട്ടിനകത്ത് വയ്ക്കുന്ന ചെടി നല്ല ഹെൽത്താണ്. അതിനകത്ത് ഉപയോഗിക്കേണ്ട വളവും ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണിലാണെങ്കിലും വേനൽക്കാലത്ത് അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ചെടിക്ക് വളർച്ച കിട്ടും, അത് പെട്ടെന്ന് ത്വരിതപ്പെടും. അതാണ് അതിൻ്റെ അകത്ത് ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ആ ഒരു കൃഷി രീതിയിൽ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടത് ഞങ്ങൾ പുറകെ നിന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലിപ്കാർട്ടോ എവിടുന്നേലും ഒരു ആപ്പിൾ തൈ മേടിക്കുന്നു, പക്ഷേ വില കുറച്ച് കിട്ടുമായിരിക്കും. നമ്മൾ ചൂട് കാലാവസ്ഥയ്ക്ക് അയക്കുന്നതും നല്ല കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട റൂട്ട് സ്റ്റോക്കിലാണ് ആപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ കൃത്യമായി തൈകൾ തരുന്നുണ്ട്. ആ തൈകൾ വെച്ചാൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഫലം കേരളത്തിൽ എവിടെയും കിട്ടും. 45 ഡിഗ്രി ചൂട് വരെയുള്ളതാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ വളം എയർപോർട്ടിൽ മിക്സ് ചെയ്യുന്നതും മാത്രമല്ല ഇതിൻ്റെ പുറകെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വഴിയിലിട്ടിട്ട് നിങ്ങൾ ഇപ്പോൾ HRM എന്ന് പറഞ്ഞൊരു സാധനം മേടിക്കുന്നു. HRMൻ്റെ സമ്മർ സോൺ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചൂട് കാലാവസ്ഥയിൽ HRM ആപ്പിളിനെ കായ്പ്പിക്കാൻ തക്ക റൂട്ട് സ്ട്രോക്കിൽ നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് സമ്മർ സോൺ. ഈ സമ്മർ സോണിന് അവർ ഇപ്പോൾ തൈ മേടിച്ചു കഴിഞ്ഞാൽ അവർ പോയി. നമ്മളെ സംബന്ധിച്ച് വേണ്ട കാര്യങ്ങൾ, മരുന്നുകൾ, ഫംഗിസൈഡുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആ സമയങ്ങൾ ചെയ്ത് കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ചേട്ടാ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് വെക്കാതെ അത് കവറിനകത്ത് തന്നെ കുറച്ച് നാൾ വെക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. വെക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അതിശക്തമായ മഴയും സമയം തെറ്റിയുള്ള മഴയുമാണ്. അപ്പോൾ ആ മഴയത് കൊണ്ട് വെള്ളത്തിൽ വെച്ചാൽ പുതിയ റൂട്ട് സ്റ്റോക്കിലേക്ക് വെക്കുമ്പോൾ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഷെയ്ഡിലൊന്ന് വെച്ച് ആ ചെടി അവിടെ ഇരുന്നൊന്ന് വളർന്ന് കുറച്ച് കഴിയുമ്പോൾ ഇല്ലേ നിങ്ങൾ എയർ പ്രൂണിങ് പോട്ടിനകത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഡ്രമ്മിനകത്ത് ഡ്രം ഉണ്ടെങ്കിൽ പക്ഷേ നല്ല ഡ്രൈനേജ് കൊടുക്കുക. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വളവും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം എന്തോ ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു വളപ്രയോഗം അങ്ങനെ ചേട്ടായി പറഞ്ഞു കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും വളപ്രയോഗം നമുക്ക് ചെയ്യാൻ സാധിക്കും? നമ്മുടെ കയ്യിലുള്ള ചാണകവും എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുമ്മായം കൂടെ മിക്സ് ചെയ്ത് ഇട്ട മണ്ണ് ഒരു 15 ദിവസം കഴിഞ്ഞ് ഡ്രമ്മിലേക്കോ എയർ പ്രൂണിങ് പോട്ടിലേക്കോ നിറച്ചിട്ട്, എയർപോർട്ടെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ, അവർ പേറ്റന്റിനുള്ള പേരാ. ഇനി നമുക്കിട്ട് പണി കിട്ടും. അത് കാരണം എയർപോർട്ടല്ല, മിറാക്കിൾ പോട്ടാക്കാൻ പോവാം. മിറാക്കിൾ നമ്മുടെ പേരിലിടിക്കും.
നമ്മൾ അതുപോലല്ല നമ്മുടെ പോട്ടിൻ്റെ ഒരു പ്രത്യേകത ഞാനത് ശ്രദ്ധിച്ചാനാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വർഷം ഇതിനെ ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും ഒരു കല്ലും വെച്ച് ഏതെങ്കിലും വെയിലത്ത് പോയി എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നിങ്ങൾ ആ ചുരുണ്ടിരിക്കുന്നതിനെ വെയിലത്തോട്ടിടുക തന്നെ അത് സെറ്റാവും. അതാണ് ഈ ലാട്രോസിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ള മെറ്റീരിയൽ നല്ല റിസൾട്ടാണ്, നല്ല മെച്ചമാണ് ഈ സാധനം. നമ്മളാണ് ഇന്ത്യയിൽ ഇത് പലരും നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഇത് ഇത്ര ഫേമസ് ആക്കിയത് നമ്മുടെ ഇത് കൃഷി രീതിയിലാണ്. കാരണം നമ്മൾ പുറകിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, വളങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇത് കർഷകർ ഇപ്പോൾ വാങ്ങിക്കൊണ്ട് പോയ കർഷകർക്കാണ് ഏത് സമയത്തിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനൊരു കാര്യമുണ്ട്, വാട്സപ്പ് വഴിയാണ് മിറാക്കിൾ ഫാം ഹൗസിൻ്റെ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സിൻ്റെ ഒരു സെക്ഷനുണ്ട്. അതിൻ്റെ നമ്പറാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ആ നമ്പറിൽ കൂടെ നമ്മൾ വാട്സപ്പിൽ കൂടെ മറുപടി തരും, കൊടുക്കുന്നു, കൃത്യമായിട്ടും കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു കീടനിയന്ത്രണമുള്ള ഫംഗസ് അതുപോലെ തന്നെ പുഴു, അതിനൊക്കെ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യുന്നത്? അല്ല, അതിന് മരുന്നുകളുണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വളം ഓർഗാനിക് ഫംഗിസൈഡിലൂടെയാണ്. വേരുകളിൽ ഉണ്ടാകുന്ന ഫംഗസ് അത് ഓൾറെഡി മാറും. മാത്രമല്ല പിന്നെ നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന ഒരു കീടത്തിൻ്റെ ശല്യമാണ് ഉണ്ടാകാറുള്ളത്. അത് സന്ധ്യാസമയങ്ങളിൽ നിങ്ങളുടെ വേപ്പെണ്ണ ലായനിയോ വേപ്പെണ്ണയും അതുപോലെ അങ്ങനെയുള്ള അത് നമുക്ക് ഉപയോഗിക്കാം, ഓർഗാനിക്. അതിനേക്കാളും ഉപരി നമുക്ക് ടാറ്റ ഇമ്മിഡ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഓർഗാനിക് ഒരു മരുന്നുണ്ട്, ഓൾ ഔട്ട്. അതിൻ്റെ ഒരു കുപ്പിയുടെ പടവും ഞങ്ങളതിൻ്റെ കൂടെ കയറ്റുന്നതായിരിക്കും. അപ്പം ഞങ്ങളതിൻ്റെ വിതരണക്കാരോ വിൽപ്പനക്കാരോ അല്ല, അതൊക്കെ കടയിൽ നിന്ന് വാങ്ങണം. ഞങ്ങൾ ഒന്നും ഫലപ്രദമായോണ്ട് അതെ പറഞ്ഞു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. ചെടി വയ്ക്കുന്ന പാടം നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അന്ന് അത് കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതിപ്പോൾ നിറച്ച് കായായേനെ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതി ഇതല്ല, തടി വഴി കായ്പ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ അതിൻ്റെ പൂവാണ് ഇപ്പോൾ ഈ വെള്ള കളറിലുള്ള പൂ എടുത്തത്. വെള്ള കളറാകുന്ന റോസ് വെള്ളയിലേക്ക് മാറുന്നതാണ് പൂ പൂക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ മിറാക്കിൾ ഫാം ഹൗസിലെ വിശേഷങ്ങളാണ് കണ്ടത്. ആപ്പിൾ കായ്ച്ചു നിൽക്കുന്നതും പൂവിട്ടതും കായ ഉണ്ടായി വരുന്നതൊക്കെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ബിചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടുന്ന് ആപ്പിൾ തൈ വാങ്ങിച്ചവരും മറ്റ് ആപ്പിൾ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദി ബിചേട്ടാ. അപ്പോൾ ഈ മുമ്പുള്ള വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ ചേട്ടൻ്റെ തന്നെ യൂട്യൂബ് ചാനലുണ്ട് മിറാക്കിൾ ഫാം ഹൗസ്, അവിടെയും പോയി കണ്ട് ആപ്പിൾ കൃഷി എന്താണെന്ന് ശരിക്കും പഠിക്കുക. നമ്മുടെ ആദ്യം എടുത്ത വീഡിയോയുടെ ഒന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. ആ ഡിസ്ക്രിപ്ഷനിൽ അപ്പം അതിൻ്റെ നമ്പർ തൈകൾ വേണ്ടിയവർക്ക് ഞങ്ങളിവിടുന്ന് കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പം കൊറിയർ ചാർജ്, പാക്കിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടി നമ്മളൊരു 4 തൈ വേണമെങ്കിൽ 2200 ഇവിടെ വന്നെടുക്കുവാണെങ്കിൽ നമുക്ക് കവറുകളിലുള്ള തൈകൾ മാത്രമല്ല കേട്ടോ. മിറാക്കിൾ ഫാമിൻ്റെ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മുന്തിരി, എല്ലാ പഴവർഗ്ഗങ്ങൾ, പ്ലം, പീച്ച്, പിയർ, ആപ്രിക്കോട്ട്, പേർസമൻ, എല്ലാ ആൽമണ്ട് എല്ലാം തന്നെ. പിന്നെ ഓറഞ്ചിൻ്റെ ചൂട് കാലാവസ്ഥ കഴിക്കുന്ന എല്ലാ വെറൈറ്റികളും നമുക്ക് കാണാം. അപ്പോൾ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്പർ രേഖപ്പെടുത്തും. ഓക്കെ, നമ്പറേയും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനും കൊടുത്തേക്കാം, വീഡിയോയ്ക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒരുപാട് നന്ദി. ഓക്കെ.